Hi everyone. Today let's start with the topic electron microscopy. Electron microscopy is a technique that uses a beam of isolated electrons to illuminate and produce images of specimens. അതായത് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ സോഴ്സായിട്ട് യൂസ് ചെയ്യുന്നത് ഒരു ഇലക്ട്രോൺ ബീമാണ്. ഇലക്ട്രോൺ ബീമിൻ്റെ സഹായത്തോടു കൂടിയാണ് നമ്മൾ സ്പെസിമെൻസിനെ വ്യൂ ചെയ്യുന്നത്. ബട്ട് ഇൻ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ എന്താണ്, നമ്മൾ ലൈറ്റിൻ്റെ സഹായത്തോടെ, അതായത് ലൈറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇമേജസിനെ വ്യൂ ചെയ്യുന്നത്. യൂസിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി മച്ച് ഗ്രേറ്റർ മാഗ്നിഫിക്കേഷൻ ലെവൽസ് ആൻഡ് റെസൊല്യൂഷൻ can be achieved than with a light microscope because the wavelength of electron is so much shorter than that of photons. അതായത് നമ്മൾ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിലെ ഇമേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈലി മാഗ്നിഫൈഡ് ആയിരിക്കും, അതേപോലെ തന്നെ റെസൊല്യൂഷനും കൂടുതലായിരിക്കും കമ്പയർഡ് ടു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ലൈറ്റാണ്. ലൈറ്റിൻ്റെ വേവ് ലെങ്ത് വിച്ച് ഈസ് അറൗണ്ട് 500 നാനോമീറ്റർ ആണ്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ ബീമാണ്. ഇലക്ട്രോൺസിൻ്റെ വേവ് ലെങ്ത് പറയുന്നത് 0.2 നാനോമീറ്റർ ആണ്. ഈ വേവ് ലെങ്ത്തും റെസൊല്യൂഷനും തമ്മിലുള്ള റിലേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോത്ത് ആർ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ. അതായത് വേവ് ലെങ്ത്തും റെസൊല്യൂഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. വേവ് ലെങ്ത്ത് കൂടുതലാണെങ്കിൽ റെസൊല്യൂഷൻ കുറയും, അതേപോലെ വേവ് ലെങ്ത്ത് കുറവാണെങ്കിൽ റെസൊല്യൂഷൻ കൂടും. അപ്പോൾ നമുക്കറിയാം ഇലക്ട്രോണിൻ്റെ വേവ് ലെങ്ത്ത് 0.2 നാനോമീറ്റർ മാത്രമാണ്, ആൻഡ് ലൈറ്റിൻ്റെ വേവ് ലെങ്ത്ത് അറൗണ്ട് 500 നാനോമീറ്റർ ആണ്. അപ്പം എന്താ സംഭവിക്കുക, ഏതിനായിരിക്കും റെസൊല്യൂഷൻ കൂടുതൽ? ഏറ്റവും കുറവുള്ള ഏതാണ്? ഇലക്ട്രോൺ ആണ്, 0.2 നാനോമീറ്റർ. അപ്പം റെസൊല്യൂഷൻ കൂടുതലായിരിക്കും ഏതിന്? ഇലക്ട്രോൺ ബീം ഉപയോഗിച്ച് യൂസ് ചെയ്യുന്ന ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന്. അതുകൊണ്ട് തന്നെ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി അൾട്രാ സ്ട്രക്ചർ ഓഫ് സെൽസ്, മൈക്രോ ഓർഗാനിസം, ക്രിസ്റ്റൽസ്, മെറ്റൽസ്, അതിൻ്റെയൊക്കെ അൾട്രാ സ്ട്രക്ചേഴ്സ് സ്റ്റഡി ചെയ്യാനും അതിനെക്കുറിച്ച് പഠിക്കാനും അതേപോലെ വ്യൂ ചെയ്യാനും ഒക്കെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിയാണ്. പിന്നെ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി ആർ മച്ച് ലാർജർ ആൻഡ് മോർ എക്സ്പെൻസീവ് ഇൻസ്ട്രുമെൻറ്റ് ദാൻ ലൈറ്റ് മൈക്രോസ്കോപ്പ്. അത് ലൈറ്റ് മൈക്രോസ്കോപ്പിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇത് കുറച്ചും കൂടി എക്സ്പെൻസീവ് ആണ്, അതേപോലെ തന്നെ ലാർജറുമാണ്, വലുതുമാണ് കമ്പയർ ടു ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പ്. സോ ഇതാണ് ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ ഇമേജ്. അതിൻ്റെ ഒരു ഇൻറ്റേർണൽ വ്യൂ ആണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഗണ്ണുണ്ട്. ഇവിടെ ഒരു ഇലക്ട്രോൺ ഗണ്ണുണ്ട്, അതിൽ നിന്ന് ഇലക്ട്രോൺ ബീം പ്രൊഡ്യൂസ് ചെയ്യും. ദെൻ ഒരു ആനോഡ് ഉണ്ട് ഫോക്കസിങ്, അതായത് ഇതിനെ ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ കണ്ടൻസർ ലെൻസ്, അത് ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഈ ബീമിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് വന്ന് ദെൻ സ്പെസിമെനിൽ ഹിറ്റ് ചെയ്യും. ദെൻ ഇവിടെയാണ് സ്പെസിമെൻ വെച്ചിട്ടുള്ളത്, ഇവിടെ ഒരു ഹോൾഡർ ഉണ്ടാവും. ദെൻ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, ദെൻ ഇൻ്റർമീഡിയറ്റ് ലെൻസ് ഉണ്ട്, പ്രൊജക്ടർ ലെൻസ് ഉണ്ട്, ദെൻ ഫൈനലി ഒരു ഫ്ലൂറസെൻസ് സ്ക്രീൻ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വ്യൂ പോയിൻ്റർ ഉണ്ട്, അതൊരു ഡിറ്റക്റ്റിംഗ് പാർട്ട് ഉണ്ട്. അപ്പം ആ ഡിറ്റക്റ്റിംഗ് പാർട്ടിൽ നിന്ന് നമുക്ക് നേരെ ഒരു കമ്പ്യൂട്ടറിലേക്ക് കണക്ട് ചെയ്തിട്ട് കമ്പ്യൂട്ടറിൽ ഇമേജിനെ വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഫസ്റ്റ് ഇവിടെ ഒരു ഫിലമെൻ്റ് ഉണ്ട്. ആ ഫിലമെൻ്റ് എന്ന് പറഞ്ഞാൽ ടെങ്സ്റ്റൺ ഫിലമെൻ്റ് ആയിരിക്കും. ആ ടെങ്സ്റ്റൺ ഫിലമെൻറ്റിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യും. then ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇപ്പം ഇവിടെ ഹീറ്റ് ചെയ്ത ശേഷം ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്തു. ഇവിടെ ഇലക്ട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്തു. പിന്നെ ദെൻ ഫൈനലി അത് ഒരു ആനോഡിലൂടെ പാസ് ചെയ്തു. ആനോഡ് എന്ന് പറയുന്നത് അതിനെ ഫോക്കസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്, പോസിറ്റീവ് പൊട്ടൻഷ്യലാണ്. ദെൻ കണ്ടൻസർ ലെൻസ്, പിന്നെ ഈ ലെൻസസ് ഒക്കെ ഇവിടെ യൂസ് ചെയ്യുന്നത് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസസ് ആണ്. അതായത് ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോൺ ബീം ഏതിലൂടെ പാസ് ചെയ്യില്ല, ഈ ഗ്ലാസ് ലെൻസിലൂടെ പാസ് ചെയ്യില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസുകളാണ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ യൂസ് ചെയ്യുന്നത്. ഒപ്റ്റിക്കൽ മൈക്രോസ്കോപ്പിൽ നമുക്കറിയാം നമ്മൾ ഗ്ലാസ് ലെൻസസാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേങ്കിൽ ഇവിടെ ഇലക്ട്രോൺ ബീം പാസ് ചെയ്യാത്തതുകൊണ്ട് ഏത് ലെൻസാണ് യൂസ് ചെയ്യുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് ലെൻസസാണ് യൂസ് ചെയ്യുന്നത്. ദെൻ ആ ഇലക്ട്രോൺ ബീം ഇതിലൂടെ പാസ് ചെയ്ത് കണ്ടൻസർ ലെൻസ്, ദെൻ ഒബ്ജക്റ്റീവ് ലെൻസ്, ഫൈനലി അത് ഫ്ലൂറസെൻസ് സ്ക്രീനിൽ ഹീറ്റ് ചെയ്യും. അപ്പം ദിസ് ഈസ് ഹൗ ആൻ ഇലക്ട്രോൺ ബീം ട്രാവൽസ്. അപ്പം ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇങ്ങനെയാണ് ഇലക്ട്രോൺ ബീം ട്രാവൽ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് വർക്കിംഗ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ പിന്നെ അതേപോലെ ഇവിടെ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഒരു എയർ ടൈറ്റ് മീഡിയം. കാരണം എയർ മോളിക്യൂൾസ് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഇലക്ട്രോൺ ബീമിൽ ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാവും. സോ അതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എയർ ടൈറ്റ് മീഡിയം, ഒരു വാക്യൂം ചേമ്പറാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് ഇലക്ട്രോൺ ബീം പാസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് വർക്കിംഗ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്.
Electrons emitted from the hot filament of the electron source are accelerated by high potential. Then condenser magnetic lines concentrated these electrons. അതായത് ഇവിടെയുള്ള ഇലക്ട്രോൺസിനെ നമ്മൾ ഇലക്ട്രോൺസ് എമിറ്റ് ചെയ്യും. ആ ഇലക്ട്രോൺസ് ഏതിലൂടെ പാസ് ചെയ്യും? ഈ കണ്ടൻസർ മാഗ്നറ്റിക് ലൈൻസിലൂടെ പാസ് ചെയ്യും. അത് നമുക്കറിയാം ടെങ്സ്റ്റൺ ഫിലമെൻ്റ് ആണ്. അതിനെ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇലക്ട്രോൺസ് റിലീസ് ചെയ്യും. ദെൻ ഒരു ആനോഡ് ഉണ്ട്, അത് ഫോക്കസ് ചെയ്യാൻ സഹായിക്കും. ദെൻ കണ്ടൻസർ മാഗ്നറ്റിക് ലൈൻസിലൂടെ അത് ആനോഡ് ആക്സിലറേറ്റ് ചെയ്യാൻ സഹായിക്കും. ദെൻ കണ്ടൻസർ മാഗ്നറ്റിക് ലൈൻസിലൂടെ അത് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺ ബീം ഏതിലൂടെ പാസ് ചെയ്യും? ഈ ഒബ്ജക്റ്റിലൂടെ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഒബ്ജക്റ്റ്, ഒരു സ്പേസ്മെൻ ഹോൾഡർ ഉണ്ടാവും. ആ ഹോൾഡറിൽ നമ്മൾ ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ടുണ്ടാവും. ദെൻ ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ അത് പാസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു എൻലാർജ് മാഗ്നിഫൈ ചെയ്യും. ആ മാഗ്നിഫൈ ചെയ്ത ഇമേജ് ഈ പ്രൊജക്ടർ ലെൻസിൻ്റെ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യും. അപ്പോൾ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യുമ്പം ഇവിടെ ഓൾറെഡി മാഗ്നിഫൈ ചെയ്തു, അത് അഗെയിൻ മാഗ്നിഫൈ ചെയ്തിട്ട് നമുക്കൊരു ഫൈനലി ഒരു എൻലാർജ്ഡ് ഇമേജ് കാണാൻ പറ്റും. അതായത് ഫസ്റ്റ് ടെങ്സ്റ്റൺ ഫിലമെൻറ്റ് ഹീറ്റ് ചെയ്ത് ഇലക്ട്രോൺ റിലീസ് ചെയ്തു, അത് ആനോഡ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ സ്പീഡും അതിനെ ആക്സിലറേറ്റ് ചെയ്തു. ഫൈനലി കണ്ടൻസർ ലെൻസിലൂടെ കോൺസെൻട്രേറ്റഡ് ചെയ്ത ഇലക്ട്രോൺ ബീം ഒബ്ജക്റ്റിൽ വന്ന് പതിക്കും. ഫൈനലി ഒബ്ജക്റ്റീവ് ലെൻസിലൂടെ വരുന്ന ഇവിടെ ഒരു ഇമേജ് ഫോം ചെയ്യും. ആ ഇമേജ് എന്ന് പറയുന്നത് എൻലാർജ്ഡ് ഇമേജ് ആയിരിക്കും. ആ ഇമേജ് പ്രൊജക്ടർ ലെൻസിന് എന്തായിട്ട് ആക്ട് ചെയ്യും? ഒരു വെർച്വൽ ഇമേജ് ആയിട്ട് ആക്ട് ചെയ്യും. അതായത് ഒരു വെർച്വൽ ഒബ്ജക്റ്റായിട്ട് ആക്ട് ചെയ്യും. അത് എഗെയിൻ മാഗ്നിഫൈ ചെയ്ത് ഫൈനലി നമുക്കൊരു മാഗ്നിഫൈ ചെയ്ത് ഒരു എൻലാർജ്ഡ് ഇമേജ് കാണാൻ പറ്റും. ദിസ് ഹൗ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വർക്ക്. പിന്നെ അതേപോലെ ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. നമുക്കൊരിക്കലും കളറിൽ കാണാൻ പറ്റില്ല ഇമേജിന്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇമേജ് മാത്രമേ കാണാൻ പറ്റുള്ളൂ. ദെൻ ടൈപ്സ് ഓഫ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി. 2 ടൈപ്സ് ആണുള്ളത്. വൺ ഈസ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ആൻഡ് അതർ വൺ ഈസ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. അപ്പോൾ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ a transmission electron microscope produces an image by passing high voltage electron beam through a very thin specimen that is semi-transparent to electron. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഇപ്പം ഒരു സാമ്പിളാണ്. ഇതാണ് നമ്മൾ സാമ്പിൾ ഹോൾഡ് ചെയ്യുന്ന ഇത്. അപ്പോൾ ഇവിടെ നമ്മൾ സാമ്പിൾ പ്ലേസ് ചെയ്യും. ഇവിടെ നിന്ന് ഇലക്ട്രോൺ ബീം ഏതിലേക്ക് വന്ന് സ്ട്രൈക്ക് ചെയ്യും? ഈ സാമ്പിളിലേക്ക് വന്ന് സ്ട്രൈക്ക് ചെയ്യും. അപ്പം ഇവിടെ പ്ലേസ് ചെയ്യുന്ന സാമ്പിൾ എന്തായിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ തിന്നായിട്ടുള്ള വെരി സെമി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സാമ്പിളായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ള തിന്നായിട്ടുള്ള സാമ്പിൾ കളക്ട് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡയമണ്ട് നൈഫൊക്കെ ഉപയോഗിച്ചിട്ട് അത്രയും തിന്നായിട്ടുള്ള സാമ്പിൾ ആക്കണം. അപ്പം അതാണ് ഇതിൽ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഡ്രോബാക്ക് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഡിഫിക്കൽട്ട് പാർട്ട് എന്ന് പറയുന്നത് സാമ്പിളിനെ വളരെ അൾട്രാ തിന്നായിട്ടുള്ള സാമ്പിളിനെ കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ നെക്സ്റ്റ്, അപ്പം ഈ ഇലക്ട്രോൺ ബീം ഏതിലൂടെ പാസ് ചെയ്യും? ഈ സാമ്പിളിലൂടെ പാസ് ചെയ്യും. അപ്പം ഈ സാമ്പിളിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇത് നമ്മുടെ ഒരു സാമ്പിൾ. ആ സാമ്പിളിൽ ഇവിടെയുള്ള നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഈ സാമ്പിളിൽ നമ്പർ ഓഫ് ആറ്റംസ് എന്ന് പറയുന്നത് വളരെ കൂടുതലാണ്. ഈ ഒരു ഏരിയയിൽ നമ്പർ ഓഫ് ആറ്റംസ് വളരെ കുറവാണ്. അപ്പോൾ എന്താ സംഭവിക്കുക? ഈ സാമ്പിളിലൂടെ ഇലക്ട്രോൺ ബീം പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലക്ട്രോൺ ബീം പാസ് ചെയ്യുന്ന ഈ ഏരിയയിലൂടെ കുറവ് ഇലക്ട്രോൺ ബീംസ് മാത്രമേ പാസ് ചെയ്യുള്ളൂ. ഈ ഏരിയയിലൂടെ കൂടുതൽ ഇലക്ട്രോൺ ബീംസ് പാസ് ചെയ്യും. അപ്പം ഈ ഒരു ഏരിയയിലൂടെ കൂടുതൽ ഇലക്ട്രോൺ ബീംസും ഈ ഒരു ഏരിയയിലൂടെ കുറവ് ഇലക്ട്രോൺ ബീംസും പാസ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ ഇലക്ട്രോൺ ബീം ഈ സ്പെസിമെനിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു പ്രോപ്പർട്ടി ഉള്ളതുകൊണ്ടാണ് ഇതിന് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രാൻസ്മിറ്റ് ചെയ്ത ഇലക്ട്രോൺ ബീമിൽ എന്തിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ഈ സ്പെസിമെൻ്റെ സ്ട്രക്ചർ ഉണ്ടാവും. The specimen carries the structural information about the specimen which then magnified by the microscope. അത് മൈക്രോസ്കോപ്പ് മാഗ്നിഫൈ ചെയ്തിട്ട് ഫൈനലി ഡിറ്റക്ടർ വഴി നമുക്ക് ഏതിൽ വ്യൂ ചെയ്യാൻ പറ്റും. നമ്മൾ കമ്പ്യൂട്ടർ സ്ക്രീനുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട്. സോ ഫൈനലി നമുക്കത് കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്
ഈ സാമ്പിളിനെ വളരെ തിന്നായിട്ട് കളക്ട് ചെയ്യുന്നത് മാത്രമേ ഇതിലൊരു പ്രോബ്ലം ആയിട്ടുള്ളൂ. അപ്പം നമ്മൾ ഫസ്റ്റ് എന്താണ്, ഇലക്ട്രോൺ ബീമിനെ ഏതിലൂടെ പാസ് ചെയ്യിക്കും, ഈ സാമ്പിളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ സാമ്പിളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആ ട്രാൻസ്മിറ്റ് ചെയ്ത ഇലക്ട്രോൺ ബീമില്ലേ, ആ ഇലക്ട്രോൺ ബീമിൽ ഏതിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവും, നമ്മുടെ ആ സാമ്പിളിൻ്റെ സ്ട്രക്ചർ ഉണ്ടാവും. അത് ഫൈനലി നമുക്ക് ഇതിലൂടെ ഈ മൈക്രോസ്കോപ്പ് മാഗ്നിഫൈ ചെയ്തിട്ട് ഫൈനലി നമുക്കത് വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് scanning electron microscope. Scanning electron microscope detect secondary electron that arise from the surface as a result of excitation by the original electron beam. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇവിടെ സ്കാനിങ് ഇലക്ട്രോൺസിൽ ഈ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ ഇലക്ട്രോൺ ഗണ്ണ് എമിറ്റ് ചെയ്യാണ്. അപ്പോൾ അത് വന്ന് സാമ്പിളിലേക്ക് ഹിറ്റ് ചെയ്യും. അതിൽ കുറച്ച് എമൗണ്ട് ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, ഈ സാമ്പിൾസ് അബ്സോർബ് ചെയ്യും. സം എമൗണ്ട് ഓഫ് ദി ഇലക്ട്രോൺസ് ആർ റിഫ്ലക്റ്റഡ് ബൈ ദ സാമ്പിൾ. കുറച്ച് ഇലക്ട്രോൺസ് ഇറ്റ് ഗെറ്റ് അബ്സോർബ്ഡ് ബൈ ദ സാമ്പിൾ ആൻഡ് സം ഓഫ് ദ ഇലക്ട്രോൺസ് ആർ റിഫ്ലക്റ്റഡ് ബൈ ദ സാമ്പിൾ. അപ്പം ആ റിഫ്ലക്റ്റഡ് ചെയ്ത ഇലക്ട്രോൺസിനെ നമ്മൾ പറയുന്നതാണ് സെക്കൻഡറി ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. സോ ആ സെക്കൻഡറി ഇലക്ട്രോൺസിൻ്റെ അപ്പം ഈ സെക്കൻഡറി ഇലക്ട്രോൺസിന് എന്ത് ചെയ്യും, അത് ഡിറ്റക്റ്റ് ചെയ്യും. അപ്പം ഡിറ്റക്റ്റ് ചെയ്തിട്ട് അപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ളൊരു ഇമേജ് ഫോർമേഷൻ ഉണ്ടാവും. അപ്പം ഈ സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലക്ട്രോൺസ് ഇതിലൂടെ ഈ സാമ്പിളിലൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് അതിൽ കുറച്ച് അബ്സോർബ് ചെയ്യും, ബാക്കിയുള്ള റിമൈനിങ് പാർട്ട് അത് ട്രാൻസ്മിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3D ഇമേജ് ആയിരിക്കും നമുക്ക് വിസിബിൾ ആയിട്ടുള്ളത്. അതായത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ എന്താണ് 3D ഇമേജാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ടെം, അതായത് സെം എന്ന് പറയുന്നത് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും ടെം എന്ന് പറയുന്നത് ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പും. അപ്പോൾ ഈ ട്രാൻസ്മിഷൻ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ വ്യൂ ചെയ്യുന്ന ഇമേജും സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഉപയോഗിച്ചിട്ട് വ്യൂ ചെയ്ത ഇമേജാണ്. സോ ഇതിലൊരു 3D ഇമേജാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഇതാണ് ഇതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. And scanning electron microscope does produce lower resolution images than transmission electron microscope, but since it uses surface electron interaction, can image bulk samples provide much greater depth of field, and this enables the scientists to achieve 3D information about the physical features of the specimen. അപ്പോൾ നമുക്കറിയാം സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ 3D ഇമേജാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ടാവുക. കാരണം അതിൻ്റെ സർഫേസിൽ വന്ന് ഹിറ്റായിട്ട് അത് ഇലക്ട്രോൺസ് റിഫ്ലക്റ്റ് ചെയ്യുന്നു. സോ ആ ഇലക്ട്രോൺസിൽ, ആ റിഫ്ലക്റ്റ് ചെയ്ത ഇലക്ട്രോൺസിൽ ഈ സർഫേസിൻ്റെ സ്ട്രക്ചർ ഫോം ചെയ്തിട്ടുണ്ടാവും. ആ സ്ട്രക്ചറാണ് നമുക്ക് ഏതിൽ വ്യൂ ചെയ്യാൻ, നമ്മൾ ഒരു കമ്പ്യൂട്ടറോ ഉപയോഗിച്ചിട്ട് നമുക്കതിനെ വ്യൂ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് എന്താണ് കിട്ടുക, ഒരു 3D ഇമേജാണ് സ്കാനിങ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിൽ നമുക്ക് വിസിബിൾ ആവുക. Then finally applications of electron microscope. അപ്പം electron microscope has many wide range of applications in science and technology. It can provide high resolution information about the cells, organelles, tissues, microorganisms, biopsy samples, macromolecules, crystals, metals. ഇതിൻ്റെയൊക്കെ ഹൈ റെസൊല്യൂഷൻ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് നമുക്ക് കാണാൻ പറ്റും, ടിഷ്യൂസിൻ്റെ, മൈക്രോ ഓർഗാനിസത്തിൻ്റെ, അതൊക്കെ. അതേപോലെ ഈ സ്റ്റഡി ഓഫ് പാത്തോജൻസ് സച്ച് ആസ് വൈറസസ്, ബാക്ടീരിയനെ കുറിച്ചുള്ള സ്റ്റഡിക്ക് ഒക്കെ നമുക്ക് ഹൈ റെസൊല്യൂഷനിലുള്ള മൈക്രോസ്കോപ്പ് ആവശ്യമാണ്. സോ അവിടെയൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യും. അതേപോലെ തന്നെ ഇൻഡസ്ട്രീസിൽ ക്വാളിറ്റി കൺട്രോളിനും ഫെയിലിയർ അനാലിസിസിനൊക്കെ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് യൂസ് ചെയ്യും. So these are the applications of electron microscope. So that's all for today. Thank you.